സങ്കീർത്തനക്കാരൻ പറയുന്ന പദം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണമെങ്കിൽ ചില ശിശുക്കൾക്കേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. ഇസ്രായേൽ മക്കളെ ദൈവം നടത്തുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവരോട് വെള്ളം കിട്ടുമെന്നോ മന്ന കിട്ടുമെന്നോ, ഹല്ലേലൂയ, സ്തോത്രം, ഇതുവഴി ഇങ്ങനെയൊക്കെ നടക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ മോശ ഒരു തനി പൊട്ടനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? പലതും ചോദിക്കണമെന്ന് പുള്ളിക്കുണ്ടായിരുന്നു കാണും, പക്ഷെ ഒന്നും ചോദിച്ചില്ല. അതൊക്കെ ചോദിക്കേണ്ട ചോദ്യം എന്തായിരുന്നു? പോകുന്ന വഴിയിൽ 25 ലക്ഷം ജനത്തിന് കൊടുക്കുവാനുള്ള ആഹാരത്തിന്റെ വഴി, വെള്ളത്തിന്റെ വഴി പറഞ്ഞു തരണമെന്നെങ്കിലും മോശ ദൈവത്തോട് ചോദിക്കണമായിരുന്നു. അതുപോലും മോശ ചോദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അവന്റെ ഉള്ളിലുള്ള ഒരു ആ വാഞ്ച എന്നറിയാമോ? വല്ല വിധേന ഇവരെ എന്ത് ചെയ്യണമായിരുന്നു? ദൈവ വാഗ്ദത്തത്തിൽ എത്തിക്കണമെന്നുള്ള ആ ആഗ്രഹം കൊണ്ട് പലതും ചോദിക്കാൻ വിട്ടുപോയി. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നറിയാമോ? സ്തോത്രം, ദൈവം വെള്ളം കരുതിയത് പാറയ്ക്കകത്താ. അല്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കിണർ കുഴിച്ചാൽ പാറ കണ്ടാൽ ഹല്ലേലൂയ കുഴി നിർത്തും, പിന്നെ കുഴിക്കത്തില്ല. ആളുകൾ ഇങ്ങനെ പറയും, ഇനിയും കുഴിച്ചാൽ വെള്ളം കിട്ടുകയില്ല. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് വെള്ളം കൊടുത്തത് പാറയ്ക്കകത്ത് നിന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തത് മേഘത്തിന്റെ അകത്ത് പൊതിഞ്ഞു വച്ചതായിരുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് ആത്മാവിലൊരു ദൂത് പറയാനുണ്ട്. ശിശുവിനെ പോലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ ആലോചനകളും വിശ്വസിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ദൈവിക വിടുതലുകളെ മനസ്സിലാക്കി ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുവാനായി കഴിയുള്ളൂ. പലപ്പോഴും ഭൗതിക മണ്ഡലങ്ങളിൽ ആശ്രയിച്ചും ഭൗതിക സിസ്റ്റത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുകയില്ല.